അതെ, ഇന്ന് ഉച്ചക്കലത്തെ ഒരു ലഞ്ച് വിശേഷമായാലോ? ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ് കേട്ടോ. ഞായറാഴ്ച ദിവസത്തിലാണ് ഇതുപോലെയുള്ള ഉച്ചയൂണിൻ്റെ ഒക്കെ റെസിപ്പി എടുക്കാനായിട്ടുള്ള സമയം കിട്ടുക. ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ ഭയങ്കര തിക്കും തിരക്കും ബഹളമൊക്കെ ആയിട്ടാവില്ലേ ജോലിക്ക് പോവുക. അപ്പോൾ ഇന്ന് ഉച്ചയൂണിൻ്റെ വിശേഷങ്ങളും വിഭവങ്ങളും ആയിട്ടുള്ള ഒരു കുഞ്ഞൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നലെ തന്നെ ചേട്ടൻ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന മീനാണിത്. ആദ്യത്തെ മീൻ കണ്ടില്ലേ, അത് വറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വലിയ മീനാണ്. ഇതൊരു കരിമീൻ്റെയും അല്ലാന്നുണ്ടെങ്കിൽ പിലോപ്പിയുടെ ഒക്കെ ഒരു ഗണത്തിൽ പെടുന്ന ഒരു മീനാണ് കേട്ടോ. നല്ല മാംസമുള്ള മീനാണ്. പിന്നെ കറി വെക്കാനായിട്ട് കൂടുതലാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഉപ്പിട്ടിട്ട് അവിടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ നാളികേരം ചിരകാണ് ഇപ്പോൾ ചെയ്യുന്ന പരിപാടി കേട്ടോ. ആദ്യം തന്നെ മീൻ കറിക്കുള്ള അരപ്പ് തയ്യാറാക്കി അടപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ പണികളൊക്കെ കഴിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ പിന്നെ മീൻകറിയുടെ ആ ഒരു നാളികേരം ചെറിയ കഴിഞ്ഞാൽ ഇനി അത് അരച്ചെടുക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. അപ്പോൾ മിക്സിയിലെ ചെറിയ ജാറിലേക്ക് ഒരു അരമുറി നാളികേരമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മീൻകറി ഉണ്ടാക്കാനായിട്ട് നാളികേരം അരയ്ക്കുന്ന സമയത്തേക്ക് ഞാൻ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം പെരിഞ്ചീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് അരയ്ക്കാറുള്ളത് കേട്ടോ. അപ്പോൾ മീൻകറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റും നല്ലൊരു വാസനയൊക്കെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പലരും ഈ ഒരു പ്രോസസ്സ് ചെയ്യാറില്ല, എങ്കിലും ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം കേട്ടോ. ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് കഴിച്ചു നോക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ മീൻകറിയുടെ ആ ഒരു അരപ്പൊക്കെ തയ്യാറാക്കി വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷമാണ് അരച്ചെടുത്തത്. ഇനി നമുക്കിന്ന് മൺചട്ടിയിലാണ് മീൻകറി വെക്കാൻ പോകുന്നത്. മൺചട്ടിയിൽ മീൻകറി വെക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിളച്ച് വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. പക്ഷേ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും കേട്ടോ മൺചട്ടിയിൽ ആ ഒരു പ്രശ്നം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അസാധ്യ രുചിയാണ് മൺചട്ടിയിൽ വെക്കുന്ന മീൻകറിക്കെന്ന് പറയാണ്ട് തന്നെ എല്ലാവർക്കും അറിയാലോ. ഇനി നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. അതുപോലെ തന്നെ ഒരു 2-3 പച്ചമുളക് നടുകീറിയതും പിന്നെ 2-3 കഷ്ണം ഇഞ്ചി ചെറുതാക്കി ചതച്ചതും പിന്നെ ആവശ്യത്തിന് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഒരു അരപ്പ് തയ്യാറാക്കാനായിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ നല്ലൊരു വലിയ ടീസ്പൂണോളം മുളക് പൊടിയും പിന്നെ നമുക്കതിലേക്ക് 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അതിനുശേഷം ആ ഒരു വെള്ളം കൂടി ചേർത്തിട്ടാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ പുളിക്ക് ആവശ്യമായിട്ട് കുടപ്പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അത് അവിടെ നിന്ന് തിളക്കട്ടെ. ആ ഒരു സമയത്ത് നമുക്ക് അടുത്തൊരു കറി തയ്യാറാക്കാം. അപ്പോൾ ഇന്ന് ഞാൻ സൈഡായിട്ട് തയ്യാറാക്കുന്നത് അവിയലാണ് കേട്ടോ. അവിയലൂടെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിയൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കയ്യിലുണ്ടായിരുന്ന കുറച്ച് കഷ്ണങ്ങളൊക്കെ എടുത്ത് നീളത്തിലരിഞ്ഞ് അത് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അടുപ്പിലേക്ക് വേവിക്കാനായിട്ട് ഒരു പാത്രത്തിലിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. അരമുറി നാളികേരവും 2-3 പച്ചമുളകും അതുപോലെ തന്നെ 2-3 ചുവന്നുള്ളി പിന്നെ നല്ല ജീരകവും കുറച്ച് തൈരും കൂടിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചെറുതാക്കിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തതാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അവിയലിൻ്റെ കൂട്ടും തയ്യാറായിട്ടുണ്ട്. ഇനി നന്നായിട്ട് വെന്ത് വന്നിട്ടുള്ള ആ ഒരു കഷ്ണങ്ങളിലേക്ക് ഇതും കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു സൈഡിൽ മീൻകറിയും ഒരു സൈഡിൽ അവിയലും ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ആ ഒരു തിളയും ആവിയൊക്കെ നിന്നപ്പോൾ എന്താണെന്ന് നോക്കിയപ്പോഴാണ് ഗ്യാസ് കഴിഞ്ഞപ്പോൾ പിന്നെ വേറെ മാർഗ്ഗമൊന്നുമില്ല. ഗ്യാസ് എടുത്ത് ഫിറ്റ് ചെയ്തു. വീട്ടിൽ ഗ്യാസ് ഉള്ള കാരണം രക്ഷപ്പെട്ടു കേട്ടോ. ഇനി നമുക്ക് വീണ്ടും തിരിച്ച് കുക്കിങ്ങിലേക്ക് കടക്കാം. അപ്പോഴേക്കും ഗ്യാസ് ഓണാക്കിയപ്പോഴേക്കും എല്ലാം നന്നായി ചൂടായി വന്നു. ഇനി അവിയലിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ടു. അതുപോലെ തന്നെ നല്ല നാടൻ വെളിച്ചെണ്ണ ഇല്ലാത്തതുകൊണ്ട് ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. അതും ഒഴിച്ചു കൊടുത്ത് കുറച്ച് നേരം അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മീൻ വറക്കാനായിട്ട് മീൻ നന്നായിട്ടൊന്ന് വരഞ്ഞെടുക്കാം. അപ്പോൾ നല്ല ആഴത്തിൽ വേണം വരഞ്ഞെടുക്കാനായിട്ട്. അത് വരയുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ മീൻ കറിയും അത്യാവശ്യം നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന കുടുതയുടെ ആ ഒരു മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് ഇനി അത് കുറച്ചൊന്ന് വറ്റിക്കാനായിട്ട് അവിടേക്ക് മാറ്റി വെക്കാം. അപ്പോൾ അതാവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മീനിലെ മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്കൊരു മസാല തയ്യാറാക്കാനായിട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുക്കാം. എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കളറിന് ആവശ്യമായിട്ടുള്ള കാശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് പെരിഞ്ചീരകം, കുറച്ച് നല്ല എരിവുള്ള കുരുമുളക്, ഒരു കഷ്ണം ഇഞ്ചി പിന്നെ നമുക്കിതിലേക്ക് ഒരു 4-5 ചുവന്നുള്ളിയും കൂടി ചേർത്ത് നല്ല അടിപൊളിയായിട്ട് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കുക. ഉപ്പ് ചേർക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അതിനുശേഷം ഈ മീനിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് ആ ഒരു മസാല തേച്ച് അങ്ങോട്ട് പിടിപ്പിക്കുക. 2 സൈഡിലും നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. നമുക്ക് 1 മണിക്കൂറോളം ഇത് മാറ്റി വയ്ക്കാം. പക്ഷേ ഇത്ര അധികം മാറ്റി വയ്ക്കാനായിട്ടുള്ള സമയം നമ്മുടെ കയ്യിലില്ലാത്തതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 10 മിനിറ്റ് ഞാൻ ഫ്രിഡ്ജിൽ ഇത് ഫ്രീസ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്ന മീൻകറിയിലേക്ക് തന്നെ തിരിച്ചു പോകാം കേട്ടോ. അപ്പോൾ മീൻകറിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ മീൻകറി ഒന്ന് കാച്ചിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചുവന്നുള്ളി കുനുകുനാന്നരിഞ്ഞത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അത് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഈ ഒരു സമയത്ത് ഇതിൻ്റെ മുകളിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു കറിവേപ്പിൻ്റെ ഇല നല്ല പച്ച കളറാവുകയും ചെയ്യും. മീൻകറിയുടെ മുകളിലേക്ക് ഇത് ഒഴിക്കുമ്പോൾ നല്ല അടിപൊളി കളറൊക്കെ ആയിട്ട് നല്ല കളർഫുൾ ആയിട്ടിരിക്കും. അപ്പോൾ ഇത് മൂത്ത് കഴിഞ്ഞാൽ നമ്മളിത് നേരെ മീൻകറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്ത്
ഭാഗത്തേക്കാണ്. കുറച്ച് മീൻകറി എടുത്തിട്ട് ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചൊന്ന് ചുറ്റിച്ചിട്ട് വീണ്ടും തിരിച്ച് മീൻകറിയുടെ പാത്രത്തിലേക്ക് ഒഴിക്കുക. വല്ലതും മനസ്സിലായോ? ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത്ര ഫാസ്റ്റായിട്ട് ഞങ്ങൾ പറഞ്ഞു പോണത്. അപ്പം നമ്മുടെ കിഡിലനായിട്ടുള്ള കിഡിലോസ്കി ആയിട്ടുള്ള മീൻകറി തയ്യാറായിട്ടുണ്ട്. ഞാൻ മിക്കതും നാളികേരം അരച്ചിട്ട് തന്നെയാണ് മീൻകറി വെക്കുക. കാരണം ഇവിടെ 2 നേരം മീൻകറി കൂട്ടണമെന്നുണ്ടെങ്കിൽ നാളികേരം അത്യാവശ്യം നല്ല രീതിയിൽ അരയ്ക്കണം. പക്ഷേ ഈ ഒരു കൂടുതലൊക്കെ മുളകും ചാറ് വെക്കുമ്പോൾ അസാധ്യ രുചി തന്നെയാണ് കേട്ടോ. പക്ഷേ മീൻകറി നമുക്ക് 2 നേരം തേയേണ്ട ആവശ്യമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചാറാക്കിയിട്ട് വെച്ചിട്ടുള്ളത്, നാളികേരം അരച്ചിട്ട്. എങ്കിലും എൻ്റെ ഈ ഒരു മീൻകറി നാളികേരം അരച്ചിട്ടുള്ള മീൻകറിക്ക് ഇവിടെ ഫാൻസ് വീട്ടിൽ കൂടുതലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല കിടിലനായിട്ട് അന്നത്തെ ദിവസം ചോറുണ്ണും. ഇന്നത്തെ ദിവസം സ്പെഷ്യലായിട്ടുള്ള ഫിഷ് ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാനിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ മസാലയൊക്കെ പരട്ടി വെച്ചിട്ടുള്ള ആ ഒരു മീൻ ഈ ഒരു പാനിലേക്ക് വെച്ച് കൊടുത്തു. നല്ല രീതിയിൽ 2 ഭാഗവും നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്ത് മുരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല മീനാണ്, ഒരുപാട് മാംസമുള്ള മീനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇത് മറിച്ചിടുക എന്നുള്ളത് വളരെ വലിയൊരു ടാസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടാസ്ക് ഞാൻ ചേട്ടനെ നേരെ ഏൽപ്പിച്ചു. ചേട്ടൻ അതിസാഹസികമായിട്ട് ആ ഒരു ടാസ്ക് ഭംഗിയായിട്ട് തന്നെ കൈകാര്യം ചെയ്തു. അപ്പോൾ തീരെ മീനൊന്നും പൊട്ടാണ്ടൊക്കെ നന്നായിട്ട് മറച്ചിട്ട് തന്ന് 2 ഭാഗം നല്ല രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് അങ്ങനെ വെന്ത് വരുന്നൊരു മീനല്ല, കുറച്ച് സമയം എടുക്കും. ലോ ഫ്ലെയിമിൽ ഇതുപോലെ അടച്ചു വെച്ചിട്ടൊക്കെ വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഏകദേശം 2 ഭാഗമൊക്കെ നല്ല രീതിയിൽ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുകയാണ്. മീൻ പൊട്ടാണ്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് ആയിരുന്നു. എന്നാൽ അതിനേക്കാൾ വലിയൊരു ടാസ്ക്കാണ് ഇനി വരാൻ പോകുന്നത്. ഈ ഒരു മീൻ എല്ലാവർക്കും കൃത്യമായിട്ട് ഭാഗിക്കുക എന്നുള്ളത്. കാരണം ഈ ഒരു വലിയ മീൻ മാത്രമാണ് നമ്മൾ വറുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇതിൽ നിന്ന് കൃത്യമായിട്ട് ഓരോരോ കഷ്ണങ്ങൾ ഭാഗിച്ചു കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പിള്ളേർ പെട്ടെന്ന് തന്നെ അലമ്പാവും. അപ്പോൾ അതെന്തായാലും കൃത്യമായിട്ട് ചേട്ടന് ആ ഒരു ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്. ചേട്ടൻ വളരെ കൃത്യമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഈ ഒരു സൺഡേയിലത്തെ ലഞ്ചിൻ്റെ വിശേഷങ്ങൾ, ലഞ്ചിന് ഉണ്ടാക്കിയിട്ടുള്ള റെസിപ്പികളും എല്ലാതും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് അറിയിക്കണം. അതുപോലെ തന്നെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും അടുത്തൊരു കിട്ടില്ല വീഡിയോയുമായിട്ടോ വ്ളോഗായിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ബൈ.